ഹലോ ഗൈസ്, നമ്മളിന്ന് ഓസ്ട്രേലിയക്ക് പോവാണ്. നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലെ സെക്കൻഡ് ഡേ. നമ്മൾ മ്യൂണിക്കിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ മോർണിംഗ് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ നമ്മളെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും അങ്ങനെ കൊച്ചിൻ്റെ ഐറ്റംസ് ഒക്കെ ആയിട്ട് പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓസ്ട്രിയ സാൽസ്ബർഗ് റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് പോണേ. നമ്മളപ്പോൾ പോകുമ്പോൾ വിവരങ്ങളൊക്കെ പറയാം. പിന്നെ അതുമാതിരി നമുക്ക് ഓസ്ട്രിയ ബോർഡർ കിടക്കണേക്കാളും മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ടോൾ പാസ് വാങ്ങിക്കണം. അത് നമുക്ക് സർവീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിപ്പോൾ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോക്കാം എത്ര രൂപയാണ് കാര്യങ്ങളാന്ന്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നുകൂടി നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. നമുക്കത് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ വാങ്ങിക്കാം. പക്ഷെ നമുക്കിത് ഒരു സ്റ്റിക്കർ വാങ്ങിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ഹ്യൂജ് ഫൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വാങ്ങിക്കാണ്ട് ബോർഡർ ഒരിക്കലും കടക്കരുത്. കുഴപ്പമില്ല, നമുക്ക് ഫൈൻ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇനി സർവീസിലെടുത്ത് ഫുഡും കഴിക്കണം. അമ്മ ടോൾ പാസും വാങ്ങിച്ചിട്ട് നമുക്ക് ഓസ്ട്രിയ കാണാം. ഈ ഒരു വിശേഷങ്ങൾ. നമ്മളപ്പോൾ സർവീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഈ സാധനമാണ് മിനിയേറ്റ്. ആ സാധനം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കണം. നമ്മൾ ഈ സർവീസിൽ കയറി നോക്കണ്ട്. പെട്രോൾ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. നമ്മളപ്പോൾ ഇവിടെ കയറി എന്തെങ്കിലും വാങ്ങിക്കാനും കഴിക്കാനോ എന്തെങ്കിലും നോക്കണം, എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോവാൻ. അപ്പോൾ ഇവിടെ ഈ കേക്ക് മഫിൻ അങ്ങനത്തെ സാധനങ്ങളാണ് കാണുള്ളത്. അല്ലാണ്ട് സാൻഡ്വിച്ച് ബ്രെഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കണം. വേറെ എന്താണ്, പിന്നെ കുഴപ്പമില്ല. ഇവിടെ നൈസ് ഇതാണ്. കുഞ്ഞൊരു സർവീസ് സ്റ്റേഷനാണ്. ഈ ബോർഡറിന് മുമ്പുള്ളതിനുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളുള്ളൂ. യേശുക്കുട്ടി എല്ലാവരും ഉണ്ട്, എന്തോ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ സർവീസിൻ്റെ അവിടെ നിന്ന് എത്തി കഴിഞ്ഞപ്പോൾ യേശുക്കുട്ടി ഇവിടെ ഇങ്ങനെ ഓടി കിടന്നു. ഞങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് സൂപ്പർ സീനിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീനിക്കും പിന്നെ മൗണ്ടെയ്ൻസ് ഒക്കെ തൊട്ടടുത്തായിട്ട് നല്ല അടിപൊളിയാണ് വ്യൂസും കാര്യങ്ങളും. യേശുക്കുട്ടിക്ക് നടക്കാനൊരു സ്ഥലമായി. ഞങ്ങളപ്പോൾ യേശുക്കുട്ടിയുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെയും ഫുഡ് അടി കഴിഞ്ഞ് സർവീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത് നമ്മൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലേക്കിൻ്റെ അവിടേക്കാണ് ലൊക്കേഷൻ ഇട്ടാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. നല്ല ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ സൂപ്പറാണ്. പമ്പയിൽ തന്നെയാണ് ചിറ്റാട്ടി. എന്തൊക്കെയാണ് പമ്പയിൽ തന്നെയാണ് പോകണ്ടെന്ന് ചിരിച്ചാട്ടീന്ന്. മറ്റേതല്ലേ സങ്കടമല്ല കേട്ടോ. 35 രൂപ ചിരിച്ചാട്ടി. നമ്മൾ സാൽസ്ബർഗ് കഴിഞ്ഞ് നമ്മൾ ലേക്കിലേക്ക് പോണ വഴിക്കുള്ളൊരു ടൗൺ കണ്ടതാണ്. നമ്മളവിടെ നിർത്തിയൊന്നുമില്ല, പക്ഷെ പോണ വഴിക്കുള്ള ഒരു സീൻ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ആഡ് ചെയ്യുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. പിന്നെ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു അടിപൊളിയാണ്. നല്ല പ്ലസൻറ്റ് ഫീലിംഗ് ആണ് കാര്യങ്ങളാണ്. ഈ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് നാരോ റോഡ്സാണ്. പിന്നെ കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതെന്ന് പറയുന്നത് നമുക്കുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമ്മൾ UK നിന്ന് യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവിൻ്റെയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വന്നു നമ്മളിവിടുത്തെ ഒരു ലേക്ക് കാര്യങ്ങളിലേക്ക് വന്നതാണ്. നമ്മളിവിടുത്തെ ലേക്കിൻ്റെ കാര്യം പേരറിയില്ല, ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്കുള്ള പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമാതിരി ഇവിടെ ലേക്കിൻ്റെ വ്യൂ, ഇവിടെ നിന്നുള്ള അടിപൊളി ബെഞ്ച് കിട്ടുക, എല്ലാവർക്കും ഇരുന്ന് വ്യൂ കാണാൻ എൻജോയ് ചെയ്യാനുള്ള ഒരു പ്ലേസാണ്. നല്ല നൈസ് വൈബാണ്. ഈ ഓസ്ട്രേലിയ വന്നിട്ട് സാൽസ്ബർഗ് അടുത്ത് മോൺസി എന്ന് പറഞ്ഞ ഒരു ലേക്കിലേക്ക് വന്നാണ്. അപ്പോൾ അവിടുത്തെ അടിപ്പൻ വ്യൂ ആണ്. പക്ഷേ ലിറ്റിൽ ബിറ്റ് ക്ലൗഡി, അതുകൊണ്ട് അവിടെ ഫുള്ളും ഒരു ഫോഗി ഇതാണ്. കുഴപ്പമില്ല, അടിപൊളി വ്യൂ ആണ്. പക്ഷേ നൈസ് എഡ്ജിൽ കൂടെ നടക്കാനും കാര്യങ്ങളും നല്ല ക്ലിയർ വാട്ടറാണ്. എന്താ പറയുക, നല്ല സൂപ്പർ വൈബാണ്. നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോണ റൂട്ടാണ്. നമ്മൾ സ്റ്റേഡ് അവിടേക്ക്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്നൊരു സ്റ്റോപ്പ് ഓവർ ചെയ്താണ്. അടിപൊളി പാർക്കും കാര്യങ്ങളായിട്ട് നൈസ് വൈബാണ്.
ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഈ ലേക്കിൽ. മോൺസി ഷിഫ്രാറ്റ് എന്ന് പറഞ്ഞ ഒരു ബോട്ടാണ്. കാണാൻ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ വായിച്ചാണ്. അവിടെ നൈസ് വൈബും ഡെക്കൊക്കെ അടിച്ച് നമുക്ക് ലേക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടിപൊളിയാണ്. നല്ല ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിനൊക്കെ കാണാം. പക്ഷേ ക്യാമറ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല ക്ലിയർ വാട്ടറായിട്ട് ബോട്ടം വരെ കാണാം. അത്യാവശ്യം നല്ല ഡീപ്പാണ്. ബോട്ടും കാര്യങ്ങളൊക്കെ നിർത്തണതുകൊണ്ട് പക്ഷെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് നമ്മുടെ എസക്കുട്ടിക്ക് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ ഇരിക്കുന്ന ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ അടിപ്പൻ നൈസ് നാച്ചുറലിനോട് ഇണങ്ങി ചേർന്ന് എന്താ പറയുക, ഞങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്ടം. അല്ലെ ഹൈക്കിങ്ങിനോ അല്ലെ ട്രക്കിങ്ങിനോ ആണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഇതുകൾ ഒരു കനാല് സൈഡിൽ കൂടെ പോകുന്നുണ്ട്. കനാലല്ല, ഒരു തോട് അറിയാം. അപ്പോൾ അത് ആ ലേക്കിലേക്ക് പോയി ചേർന്നും കാര്യങ്ങളായിട്ട് നൈസ് വ്യൂ ആണ്. നമ്മളപ്പോൾ മോൺസിയുടെ അവിടെ നിന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊച്ചിനെ ഫുഡ് അടി നമ്മുടെ ഒരു കോഫിയൊക്കെ അടിച്ച് നമ്മളിങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 1 hour ഉണ്ട്. അത്യാവശ്യം ഡ്രൈവ് ഉണ്ട്, പക്ഷെ നല്ല അടിപൊളി ഡ്രൈവാണ്. നമ്മളങ്ങനെ സ്റ്റേയുടെ അവിടേക്ക് എത്തി. എന്നിട്ട് അപ്പോൾ ലോക്കറിൽ നിന്ന് കീ എടുത്ത് നമ്മൾ സ്റ്റേയുടെ അവിടേക്ക് നടക്കുകയാണ്. എന്താണെന്ന് നോക്കാം. സെക്യൂരിറ്റി പുറത്തേക്ക് ഇറങ്ങി. നമുക്കിവിടെ ഓപ്പൺ പൂളുണ്ട്. അങ്ങനെ നമ്മളപ്പോൾ റൂമിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ ഫസ്റ്റ് 4 days സ്റ്റേ ഇതാണ്. അപ്പോൾ എന്താ പറയുക, നൈസ് വ്യൂ ആണ്, ഒന്നും പറയാനില്ല. നമ്മളിപ്പോൾ വിൻഡോ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ബാൽക്കണി വ്യൂ ഇതാണ്. എന്നാ പറയുക, ഒരു മാജിക് വേൾഡിൽ വന്നൊരു ഫീലാണ്. വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിഫറെൻറ്റ് ഹൗസസും ഷേപ്സും വുഡൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര കാമാൻ ക്വയറ്റ് പ്ലേസാണ്. പിന്നെ ഫീൽഡല്ല, ഗ്രാസൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. 9:30 ആയി. ഞങ്ങളെല്ലാവരും കിടന്നു, ഞങ്ങൾ മാത്രം കിടക്കാത്തുള്ളൂ. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്.